ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യലാണ്. അതായത് നോമ്പ് തുറക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് സ്നാക്കായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോണേ. ഇത് ഈന്തപ്പഴം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നോമ്പ് തുറയ്ക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ ഈന്തപ്പഴത്തിലാണല്ലോ. അപ്പോൾ ഒരു ചെറിയ ലഘുവായിട്ട് കഴിക്കാൻ പറ്റിയത്, പിന്നെ അതേസമയം വളരെ ന്യൂട്രിറ്റീവാണ്, ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഈന്തപ്പഴം ഇസ് റെഡി. അപ്പോൾ ഇത് ഈന്തപ്പഴം പൊരിച്ചത്, അതാണ് ഇന്നത്തെ സ്നാക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഈന്തപ്പഴം ഇതൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ, കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതുണ്ട്, പിന്നെ ഒരു ബാറ്റർ വേണം. അതിന് ഒരു കപ്പോളം മൈദ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് കുരു കളഞ്ഞ് ഈന്തപ്പഴം മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ഉടച്ച് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചെടുക്കാം. ഇത്ര അരയണമെന്നില്ല, നോട്ട് നെസസറി. എല്ലാം കൂടി ആകുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി ഇതിനകത്തേക്കാണ് അരക്കപ്പ് തേങ്ങയും നട്ട്സ്, അത് ഇഷ്ടത്തിന് ഇടാം, എത്ര വേണമെങ്കിലും. എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി വരണം. ഭയങ്കര ഈസി അല്ലേ, ഈസി സ്നാക്ക്. ഇനി ഇതിൽ നിന്നും നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി ഇതിൽ നിന്നും ചെറിയ ഉരുളകൾ ഉരുട്ടി എടുക്കാം. ഒരു സ്നാക്കായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൈസ് നമുക്ക് തീരുമാനിക്കാം കേട്ടോ, എത്ര സൈസ് വേണം. ഇപ്പോൾ ഈ ഒരു അളവിൽ നിന്ന്, ഇപ്പോൾ ഒരു കപ്പ് ഈന്തപ്പഴമല്ലേ എടുത്തത്, അതിൽ നിന്നും അത് കുരുവോടുകൂടി ഞാനൊരു കപ്പ് അളന്നെടുത്തു. അതിന് കുരു മാറ്റി അതിൽ നിന്നും കിട്ടിയതാണ്. അരക്കപ്പ് തേങ്ങയും ഒരു 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് നുറുക്കിയത്. 3, 4, 5, 6, 7, ഒരു 8, 9, 10 എന്തായാലും കിട്ടും. ഒരു 10 ബോൾസായിട്ട് ഞാൻ ഉരുട്ടിയെടുക്കും. ഈന്തപ്പഴം പൊരിച്ച് ചെയ്യാൻ പോണു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ബോൾ എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് മൈദ മാവ്, ഒരു 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം വേണം. ഇച്ചിരി ലൂസായിട്ടാണിത് കലക്കൽ. വിസ്ക് വെച്ച് ചെയ്താൽ എളുപ്പമാണ്, ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നമുക്ക് ചെയ്യാം. ഇത് ലൂസല്ല, ഇത് അത്യാവശ്യം കട്ടിയുണ്ട്. ഇനി ഇതിനെ ലൂസാക്കണം. നല്ല സ്മൂത്ത് മാവായിട്ട് ആയിക്കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. പിന്നെ അതുകൂടാതെ ഒരു നുള്ള ബേക്കിംഗ് പൗഡറും, പിന്നെ അതുപോലെ കുറച്ചൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഈ മാവിൽ ചേർക്കാം. ഇത് നോക്കി, സ്മൂത്ത് ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ അതൊരു 1/4 ടീസ്പൂൺ എന്ന് പറയാം, ഒരു നുള്ള. അപ്പോൾ മൈദ മാവ്, ബേക്കിംഗ് പൗഡർ, പിന്നെന്താ ഏലക്കാപ്പൊടി എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഒരുപാട് തിന്നാവണമെന്നില്ല, എന്നാൽ ഇച്ചിരി അത്യാവശ്യം നമുക്ക് മുക്കി വറുക്കാനായിട്ടുള്ള രീതിയിൽ ചെറിയൊരു കോട്ടിങ് കിട്ടണം, അത്രേ ഉള്ളൂ. നമ്മൾ പഴംപൊരിയൊക്കെ ചെയ്യില്ല അതുപോലെ, അത്രയൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും ഏകദേശം. ഓക്കെ, ഇതിൽ മുക്കി വറുത്തെടുക്കാം. ഇനി എണ്ണ ചൂടാക്കാനായിട്ട് വെക്കട്ടെ. ഏതെണ്ണയിലും ആകാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം. വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്, അപ്പോൾ അതിനാവശ്യമുള്ള എണ്ണ ചൂടായി തുടങ്ങി. നല്ല മണം ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തപ്പോൾ. ഇനി ആ ഡേറ്റ്സും വെരി ഹെൽത്തി അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ കഴിക്കുന്ന സാധനം നമ്മൾ വെറുതെ ഈന്തപ്പഴം കഴിക്കുന്നതിന് വരെ ഇപ്പോൾ നട്ട്സ് ഉണ്ട്, തേങ്ങയുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ പലഹാരം ഈന്തപ്പഴം പൊരിച്ച്. ഇനി ഡേറ്റ്സ് ബോൾ ഓരോന്നായിട്ട് ഇങ്ങനെ മാവിൽ മുക്കി എണ്ണയിലിടാം. ചെറിയൊരു കോട്ടി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മുന്തിരിക്കുത്ത് മാതിരി തോന്നുന്നില്ലേ, പക്ഷേ അകം വളരെ സോഫ്റ്റ് ആയിരിക്കും. കാര്യം ഡേറ്റ്സ് അല്ലേ. പുറഭാഗം അത്യാവശ്യം മൊരിഞ്ഞിരിക്കണം, അകം നല്ല സോഫ്റ്റ് ആയിരിക്കും ചെയ്യും. അപ്പാര ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇച്ചിരി കഴിഞ്ഞിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റും കൂടി ഇടാം. അങ്ങനെ ഡേറ്റ്സ് പൊരിച്ചത് റെഡി. ഫസ്റ്റ് സ്ലോട്ട് ഇസ് റെഡി. എണ്ണയിൽ നിന്നും മാറ്റുന്നു. അടിപൊളിയായില്ലേ, ഇത് നോക്കേ. അങ്ങനെ എണ്ണ കുടിക്കൊന്നുമില്ല, പെർഫെക്റ്റായിട്ട് കിട്ടും.
ഇനി ബാക്കിയിരിക്കുന്ന ഡേറ്റ്സ് ബോൾസും ഇതുപോലെ മാവിൽ മുക്കി എണ്ണയിലെടുക്കും. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് മൈദ എടുത്തു. ശരിക്കും അത്രയൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ 1 കപ്പ് ഡേറ്റ്സിലല്ലേ ചെയ്ത്. ഇപ്പോൾ 2 കപ്പ് ഡേറ്റ്സിൽ ചെയ്താലും മാവ് ഇത്ര തന്നെ ധാരാളം മതിയാകും. അപ്പോൾ അത് 20 എണ്ണം കിട്ടും. 2.5 കപ്പാണെങ്കിൽ 25 എണ്ണം കിട്ടും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള എത്രയാണ് അതനുസരിച്ച്. ഇപ്പോൾ ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ ഒരു 4 പേരുള്ള ഫാമിലിക്ക് അതുപോലെ ഒരു സ്നാക്ക്, ഒരു സ്റ്റാർട്ടറല്ലേ. തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ എന്തൊക്കെ കഴിക്കാൻ കിടക്കുന്നു. അപ്പോൾ ഇത് തുടക്കത്തിൽ 2 ഡേറ്റ്സിൻ്റെ കഴിക്കുക, ഡേറ്റ്സ് പൊരിച്ചത് കഴിക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ശരിക്കും ഒരു മുന്തിരിക്കൊത്തിൻ്റെ അതേ ഫോർമാറ്റിലാണിത് വരുന്നത്. അങ്ങനെ രണ്ടാമത്തെ ലോട്ടും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. എണ്ണയിൽ നിന്നും മാറ്റി. ഇനി തീ ഓഫ് ചെയ്യാം. ഓക്കേ, ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി, ഒരു 10 എണ്ണമല്ലേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അത് മതി. ഞാൻ പറഞ്ഞല്ലോ 4 പേരുള്ള ഫാമിലിക്ക് ധാരാളം മതി. ഇത് നല്ല ചൂടായിട്ട് കഴിച്ചാൽ കൂടുതൽ നല്ലതായിരിക്കും. ഒരു ചെറിയ ചൂട്. അപ്പോൾ ഇപ്പോൾ നല്ല കരുകരിപ്പ് പുറമേ ഉണ്ടാകും, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കി വെക്കുക, മാവൊക്കെ കലക്കി വെക്കുക, ബോൾസൊക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ വൈകുന്നേരം ശരിക്കും പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു സമയത്തിന് തൊട്ട് മുന്നേ ഒന്ന് വറുത്താൽ മതി. അപ്പോൾ കറക്റ്റായിരിക്കും, എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നോമ്പ് സ്പെഷ്യൽ ചെറുപലഹാരം അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാവും. ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിച്ചില്ല. ഓക്കെ, കാണിച്ചു തരാം. കാണുമ്പോൾ തന്നെ അറിയാലോ, അടിപൊളിയല്ലേ. കഴിക്കട്ടെ. ഡേറ്റ്സ് എന്തായാലും സ്വാദാണല്ലോ. നട്ട്സ്, അതിൻ്റെ തേങ്ങ, 3 കൂടി വരുമ്പോഴേ എൻറ്റയർലി ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അതിൻ്റെ പുറം ചട്ടയും പറയാൻ വാക്കുകളില്ല. ആ തേങ്ങയുടെ സ്വാദൊക്കെ ശരിക്കും നല്ലതായിട്ട് ഇങ്ങനെ കയറി വരും. കരിക്ക് കഴിക്കുന്നൊരു ഫീലിങ്ങും കൂടെ കിട്ടുന്ന എനിക്കിങ്ങനെ. ഓക്കെ, പ്രത്യേകിച്ച് മധുരമൊന്നും വേണ്ടല്ലോ, ഡേറ്റ്സ് തന്നെ മധുരമാണല്ലോ. തേങ്ങ ഇപ്പോൾ 1/2 കപ്പ് ചേർക്കുള്ളൂ, ഇച്ചിരി കൂടെ വേണമെങ്കിലും ചേർക്കും, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഏലക്കയുടെ ടേസ്റ്റ് എന്തായാലും ആ കവറിങ്ങിലുണ്ട്, അത് മതിയാവും. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക. ഇപ്പോൾ ഓടി വരിക കമൻറ്റ് ബോക്സിലേക്ക്, ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.